അതെ, ലോക്സഭ സ്പീക്കർ സ്ഥാനത്തേക്ക് നാളെയാണ് തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ലോക്സഭ സ്പീക്കർ സ്ഥാനത്തേക്ക് സമവായം ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഞങ്ങൾ പലവട്ടം അതിനുവേണ്ടി ഉള്ള ശ്രമങ്ങൾ നടത്തി. ഗവൺമെന്റ് ഭാഗത്തുനിന്ന് ഇന്നലെ രാജ്നാഥ് സിംഗ് കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ മല്ലികാർജ്ജുൻ ഖാർഗെ വിളിച്ചിരുന്നു. സ്പീക്കർ തെരഞ്ഞെടുപ്പിൽ സഹകരണം അഭ്യർത്ഥിച്ചു. അപ്പോൾ സ്പീക്കറെ എതിരില്ലാതെ തെരഞ്ഞെടുക്കുന്നതിന് സമ്മതമാണ്. പക്ഷേ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് നൽകണം എന്നാവശ്യപ്പെട്ടു. അപ്പോൾ രാജ്നാഥ് സിംഗ് ഉറപ്പൊന്നും പറഞ്ഞില്ല. മറ്റ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി സംസാരിച്ചിട്ട് ഇന്ന് രാവിലെ 10 മണിക്ക് മറുപടി പറയാമെന്നാണ് പറഞ്ഞത്. ഇന്ന് രാവിലെ 10 മണിയായിട്ടും രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തുനിന്ന് മറുപടിയൊന്നും ഉണ്ടായില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ നോമിനേഷൻ കൊടുക്കുന്നതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് 11:30 11:30 ആയപ്പോൾ അമിത്ഷായുടെ റൂമിൽ NDA നേതാക്കളുടെ മീറ്റിംഗ് നടക്കായിരുന്നു. അവിടേക്ക് TR ബാലുവിനെയും KC വേണുഗോപാലിനെയും കൺസീലിയേഷന് വേണ്ടി വിളിച്ചു. അവരവിടെ ചെന്നു സംസാരിച്ചപ്പോൾ സ്പീക്കർ സ്ഥാനത്തേക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ പിന്തുണ ആവശ്യപ്പെട്ടു. അപ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം ചോദിച്ചപ്പോൾ അത് ഇലക്ഷൻ കഴിഞ്ഞിട്ട് ആലോചിക്കാം, സ്പീക്കർ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ആലോചിക്കാമെന്നുള്ള ഒരു മറുപടിയാണ്. പ്രത്യേകമായ ഒരു ഉറപ്പൊന്നും തരാതെ അപ്പോൾ ചർച്ച ചെയ്യാം, സ്പീക്കർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്യാമെന്നാണ് പറഞ്ഞത്. അത് സ്വീകാര്യമായിരുന്നില്ല. അതുകൊണ്ട് പിന്നെ നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 11:50 12 മണിയാണ് ലാസ്റ്റ് ടൈം. 11:50 ഞാൻ സ്പീക്കർ സ്ഥാനത്തേക്ക് നോമിനേഷൻ നൽകി. അല്ല, ഇതിനകത്ത് ഭൂരിപക്ഷത്തിന്റെ പ്രശ്നമല്ല. ലോക്സഭയിൽ തുടർന്നു വന്ന ഒരു കീഴ്വഴക്കമുണ്ട്. ലോക്സഭയുടെ ചരിത്രത്തിൽ ഇന്നേവരെ സ്പീക്കർ സ്ഥാനത്തേക്ക് തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം അതിന് മുമ്പ് ഇലക്ഷൻ വരുന്നതാണ്. ഞാൻ 9ാം ലോക്സഭയിലേക്കാണ് ആദ്യമായി തെരഞ്ഞെടുപ്പ് വന്നത്. 9ാം ലോക്സഭ മുതൽ 18ാം ലോക്സഭ വരെയുള്ള കാലയളവിൽ കോൺഗ്രസിന്റെ സ്പീക്കർമാരും BJPയുടെ ഗവൺമെന്റും കോൺഗ്രസിന്റെ ഗവൺമെന്റും ഉണ്ടായിട്ടുണ്ട്. ആ സമയത്തൊക്കെ കൺസെൻസസ് ആണ് ഉണ്ടായിട്ടുള്ളത്, സമവായമാണ് ഉണ്ടായിട്ടുള്ളത്. സ്പീക്കർ കോൺഗ്രസ് ആണെങ്കിൽ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിനോടൊപ്പം BJP ആയിരിക്കും. BJP ഭരിച്ചപ്പോഴും അങ്ങനെ തന്നെയായിരുന്നു. BJPയുടെ സ്പീക്കർ വരുമ്പോൾ ഡെപ്യൂട്ടി സ്പീക്കർ കോൺഗ്രസ് നൽകുമായിരുന്നു. ആ ഒരു കൺവെൻഷനാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം അറിയാവുന്നത്. എന്നാൽ കഴിഞ്ഞ 2 പ്രാവശ്യം മോഡിയുടെ നേതൃത്വത്തിലുള്ള നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള NDA ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ കോൺഗ്രസിന് അംഗീകൃത പ്രതിപക്ഷമല്ല, ഭൂരിപക്ഷമില്ല. അംഗീകൃത പ്രതിപക്ഷമല്ലാത്തതുകൊണ്ട് ഡെപ്യൂട്ടി സ്പീക്കർ പദവിയും LOP പദവിയും ലീഡർ ഓഫ് ഓപ്പോസിഷൻ പദവിയും തന്നിരുന്നില്ല. എന്നാൽ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ത്യ സഖ്യത്തിന് വ്യക്തമായ മുൻതൂക്കമുണ്ട്. മാത്രമല്ല കോൺഗ്രസിന് 100 അംഗങ്ങളുടെ പിന്തുണയുണ്ട്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 2 പ്രാവശ്യം നിഷേധിച്ച ലോക്സഭാ പ്രതിപക്ഷ സ്ഥാനവും അതുപോലെ ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനവും അർഹതപ്പെട്ടതാണ്. അത് മാത്രമേ ഞങ്ങൾ ചോദിച്ചുള്ളൂ. അർഹതപ്പെട്ട സ്ഥാനം മാത്രമേ ചോദിച്ചുള്ളൂ. ലോക്സഭയിൽ തുടർന്നു വരുന്ന കീഴ്വഴക്കം പാലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടുള്ളൂ. അതിനുപോലും തയ്യാറാകാതെ സ്പീക്കർ സ്ഥാനത്തേക്ക് ഞങ്ങൾ അൺകണ്ടീഷണലായിട്ട് അവരെ പിന്തുണയ്ക്കണം, ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം സ്പീക്കർ ഇലക്ഷൻ കഴിഞ്ഞിട്ട് ചർച്ച ചെയ്ത് തീരുമാനിക്കാം എന്ന് പറയുന്നതിനോട് ഞങ്ങൾക്ക് യോജിപ്പുണ്ടായില്ല. അതുകൊണ്ടാണ് നോമിനേഷൻ കൊടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചത്. ഇവിടെ വിജയമോ പരാജയമോ അല്ല പ്രശ്നം. സഭയുടെ കീഴ്വഴക്കം ലംഘിച്ച് മുന്നോട്ട് പോകാൻ, അതല്ലെങ്കിൽ പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങളെയും അവസരങ്ങളെയും നിഷേധിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു തീരുമാനത്തിലാണ് NDA നിൽക്കുന്നത്. അത് പ്രോട്ടേം സ്പീക്കറിൽ അത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്പീക്കറും ഡെപ്യൂട്ടി സ്പീക്കറിന്റെ കാര്യത്തിലും അത് അവർ ആവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോഴാണ് വിജയമോ പരാജയമല്ല, പക്ഷേ NDAയുടെ ഇത്തരത്തിലുള്ള പാർലമെന്ററി ജനാധിപത്യത്തിൽ പാലിക്കേണ്ട മര്യാദകൾ പാലിക്കാതെ ഇവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് മത്സരങ്ങൾ. അല്ല, നോമിനേഷൻ കൊടുത്തിട്ടേ ഉള്ളൂ. ഞങ്ങൾ എല്ലാവരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ MP-മാരുമായിട്ട് ബന്ധപ്പെടാൻ ശ്രമിക്കുന്നുണ്ട്. എല്ലാ കക്ഷികളുമായിട്ടും ബന്ധപ്പെടാൻ ശ്രമിക്കുന്നു. പ്രതിപക്ഷത്തിന് പിടിവാശി എന്നാണ് പീയൂഷ് ഗോയൽ പറഞ്ഞത്. പ്രതിപക്ഷത്തിനും കോൺഗ്രസിനും അതിലെന്താ? അല്ല, അത് ഒരു അടിസ്ഥാനമില്ല. കാരണം എന്ത് പിടിവാശിയാ?
അതും കൂടെ അദ്ദേഹം പറയട്ടെ. കാരണം ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടതാണ്. അത് മാത്രമേ ഞങ്ങൾ ചോദിച്ചിട്ടുള്ളൂ. ഞങ്ങൾ സ്പീക്കർ സ്ഥാനം ചോദിച്ചിട്ടില്ലല്ലോ. പ്രതിപക്ഷത്തിന് സ്പീക്കർ സ്ഥാനം വേണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടിട്ടില്ല. ഡെപ്യൂട്ടി സ്പീക്കർ സ്ഥാനം അത് സഭയുടെ ഒരു കീഴ്വഴക്കം അനുസരിച്ച് ഞാൻ പറഞ്ഞല്ലോ, കോൺഗ്രസ് ഭരിച്ചപ്പോൾ ബി ജെ പി ഭരിച്ചപ്പോൾ കോൺഗ്രസുമാണ്. കഴിഞ്ഞ 2 പ്രാവശ്യം അത് തരാതിരുന്നതിന് അവർ പറഞ്ഞ ന്യായം എന്ന് പറയുന്നത് കോൺഗ്രസിന് അംഗസംഖ്യയില്ല, അംഗീകൃത പ്രതിപക്ഷമല്ല എന്നാണ് പറഞ്ഞത്. ഇപ്പോൾ അത് എന്ത് മറുപടിയാണ് അവർ പറയുന്നത്? അപ്പോൾ ഓരോ സമയത്തും അവരിങ്ങനെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള മറുപടികളാണ് പറയുന്നത്, ന്യായങ്ങളാണ് പറയുന്നത്. അത് തീർച്ചയായും സ്വീകാര്യമല്ലെന്ന് ഞങ്ങൾ നേതാക്കൾ. തൃണമൂൽ കോൺഗ്രസിന്റെ പിന്തുണയുണ്ടോ? അല്ല, തൃണമൂൽ കോൺഗ്രസ് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമാണ്. തീർച്ചയായും അവരും ഇതിനെ പിന്തുണയ്ക്കുമെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. എന്തായാലും ഞങ്ങൾ നേതാക്കന്മാര് എല്ലാ ഇന്ത്യ സഖ്യത്തിലെ എല്ലാ നേതാക്കളുമായി ബന്ധപ്പെടുകയും സംസാരിക്കുകയും ചെയ്യും.